നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. ഗാർഹിക പീഡനം, മനംനൊന്ത് ആത്മഹത്യ, ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളടക്കം ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവിടെ മരണപ്പെട്ടത് ഒരു യുവതിയാണെങ്കിൽ. ഭർത്താവിൻ്റെ കൊടിയ പീഡനം കൊണ്ട് അത് എന്തുമാത്രം വിഷയമാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ പീഡനത്തിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു യുവതി ആത്മഹത്യ ചെയ്തതെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചയാകാറുണ്ട്. പക്ഷേ ഇതേ അവസ്ഥയാണ് ഒരു യുവാവിന് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ ഒരു പ്രതികരണം? അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മരണപ്പെട്ട സുനീർ എന്ന് പറയുന്ന യുവാവിൻ്റെ മരണം. 2 ആഴ്ചയ്ക്ക് മുമ്പ് സുനീർ എന്ന് പറയുന്ന യുവാവ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്ക് കാരണം സ്വന്തം ഭാര്യ, അതും 2 വർഷം പ്രണയിച്ച് 6 മാസം മുമ്പ് വിവാഹം ചെയ്ത യുവാവ്. വിവാഹം കഴിക്കുന്നതുവരെ കുടുംബത്തോടും സഹോദരിമാരോടുമൊക്കെ വളരെ സന്തോഷത്തിലായിരുന്ന യുവാവിന് പിന്നീട് വലിയ മാനസിക സമ്മർദ്ദമാണ് നേരിടേണ്ടി വന്നത്. സ്വന്തം ഉമ്മയെപ്പോലും ഭർത്താവിൻ്റെ മുന്നിലിട്ട് തല്ലുന്ന ഭാര്യ, 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി, അവളെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊടുക്കുന്ന ഭർത്താവ്. പക്ഷേ സ്വന്തം ഉമ്മയുടെ ശരീരത്തിൽ പോലും കൈവെക്കുന്ന ഒരാളായി ഭാര്യ മാറിയത് കണ്ട നിസ്സഹായനായി മാറിയിരിക്കുകയായിരുന്നു സുനീർ. അങ്ങനെയാണ് ഒടുവിൽ സുനീർ എന്ന് പറയുന്ന യുവാവ് ആത്മഹത്യയിലേക്ക് പോയത്. ആത്മഹത്യ ചെയ്തതിന് ശേഷം പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നടക്കം ഇത് ഒരു സാധാരണ കേസായി മാത്രമാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം എന്ന് പറയുന്ന നാട്ടിലാണ് ഇത്തരമൊരു വേർതിരിവുണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങൾ പോലും ഈ ഒരു വാർത്ത ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മലയാളി വാർത്ത ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടു. സുനീറിൻ്റെ വീട്ടുകാരുമായി സംസാരിച്ചു. അവരും ചോദിക്കുന്നത്, എങ്ങനെയാണ് ഒരു സ്നേഹിച്ച ഒരാളോട് അല്ലെങ്കിൽ 2 വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനൊരു യുവതിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് എന്നാണ്. സുനീറിൻ്റെ സ്വത്ത് വകകളാണ് ഇവർക്ക് വേണ്ടുന്നത് എന്നതാണ് ഈ വീട്ടുകാരുടെ ആരോപണം. സുനീറിന് 2 വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ സ്വന്തം പേരിലേക്ക് എഴുതി കൊടുക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സുനീറിൻ്റെ വധു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് വീട്ടുകാരോടൊന്നും തന്നെ സംസാരിക്കാതാകുന്നു. ആ വീട്ടിലുള്ള സുനീറിൻ്റെ സഹോദരിയുടെ മക്കളോട് പോലും വലിയൊരു വേർതിരിവ് ഇവർ കാണിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ഈ ഭാര്യയുടെ മാതാവും സഹോദരനും സുനീറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും അവർ മൂവരും ചേർന്നുകൊണ്ട് വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയുമായിരുന്നു എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇവരുടെ കുടുംബം വൈകാരികമായിട്ട് ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. സുനീറിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ 2 സഹോദരിമാരുമാണ് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞത്. അതിൽ ഉമ്മ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അന്ന് രാത്രി ഒന്നും പറഞ്ഞിട്ടില്ല, നല്ല സന്തോഷത്തോടെയാണ് കിടന്നത്. എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് ചോറ് തിന്നു എല്ലാം ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അങ്ങ് പറമ്പി പാലത്ത് പോയിട്ടൊക്കെയാണ് വന്ന് കിടന്നപ്പോൾ ഞാൻ ഗെയിം കളിക്കണതാണ് ഞാൻ കണ്ടത്. അവൻ വിളിക്കണതായിട്ടോ ആരുമായിട്ട് സംസാരിക്കണതായിട്ടോ ചാറ്റ് ചെയ്യണതായിട്ടോ ഒന്നും കണ്ടില്ല. അവൻ കതവും അടച്ചില്ലായിരുന്നു അപ്പോഴും. പിന്നെ അന്ന് രാത്രി പിന്നെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പൊന്നോ, എനിക്ക് എന്തിനു സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. കാലത്ത് ഞാൻ ഉറക്കം എണിച്ചപ്പോൾ എനിക്ക് എക്കോ എടുക്കാൻ പോകണമായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഞാൻ അങ്ങനെ ഇവനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. അന്ന് ശനിയാഴ്ച അവൻ വണ്ടി ഓടണ താമസിച്ചേ എഴിക്കുള്ളൂ, ഓട്ടം ഇല്ല. അപ്പൊ അവൻ കിടന്ന് ഉറങ്ങട്ടെ, അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ മോളെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത്. അവിടെ പോയി കയറി തുണ്ട് കൊണ്ട് കൊടുത്തപ്പോഴും തന്നെ 4 വാക്കിനായിട്ട് പിള്ളേര് വിളിക്കണം. എൻ്റെ കൂട്ടുകാർ സുനീറാക്ക എടുക്കണില്ല മാമി, എന്തിനാണ്? ഞാൻ പറഞ്ഞടാ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങണടാ, കഥവ് അടച്ച്. ഞാൻ അറിയണില്ല എൻ്റെ പൊന്നോ മരിച്ചാണ് നിക്കണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഉടനെ തന്നെ ആ തുണ്ട് മാച്ചിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ ജനങ്ങളും ആംബുലൻസൊക്കെ കിടക്കണം. അപ്പോഴാണ് ഞാൻ അറിയണം. അല്ല ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ അവൻ എങ്ങനെ ഇത് ചെയ്തത്, എന്തിനു ചെയ്തു, ആരെ വാക്ക് കേട്ടിട്ടാണ് ഇത് ചെയ്തത്. അവൻ എല്ലാ തെളിവ് സഹിതം അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ തെളിവ് പ്രകാരം അതെല്ലാം സത്യമാണ്. അവൻ എഴുതിയിരിക്കുന്നത് നടന്ന കാര്യങ്ങളാണ്, 100% നടന്ന കാര്യങ്ങളാണ് അവൻ എഴുതിയിരിക്കുന്നത്.
സത്യം അനുഭവിച്ച് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. 5 ദിവസം പള്ളിയിൽ പോയിട്ട് വന്ന് ആ 5 ദിവസം എനിക്ക് വിഷമമായിരുന്നു. പള്ളിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി, പോലീസ് സ്റ്റേഷനിൽ 5 ഇടത്ത് കയറ്റി. എല്ലാം അവളെ എവിടെയെല്ലാം കയറ്റമുണ്ട് അവിടെ എല്ലാം അവനെ കയറ്റി. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. നമ്മൾ പറഞ്ഞു, മക്കളൊന്നും ചെയ്യല്ലേ, ഉമ്മച്ചിക്ക് വേണം നിന്നെ, ഞാൻ ആർക്കും കൊടുക്കൂല, നിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അതെല്ലാം ചിന്തിച്ചാണ് ജീവിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. പിന്നെ എന്തുണ്ടായിന്ന് എനിക്ക് അറിഞ്ഞൂടാ. 6 മാസം മുന്നേ ആണല്ലോ മകന്റെ കല്യാണം കഴിയുന്നത്. അപ്പൊ അതിനു മുമ്പ് മകൻ ഹാപ്പി ആയിരുന്നു എന്നാണ് ഉമ്മ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയാനുള്ള കാരണം എന്താ? അവരെ റൂമിനകത്ത് എന്ത് നടക്കണം എന്നേട്ടാ എനിക്ക് അറിഞ്ഞൂടാ. എന്നെ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കഥ തുറന്ന് നോക്കിയപ്പോൾ അഭിനയിച്ച് കിടക്കുകയാണ്. ബോധമില്ലാത്ത രീതിയിൽ അഭിനയിച്ച് കിടന്നപ്പോഴത്തേക്ക് എന്നെ എൻ്റെ ഒരു ഇതുലെന്ന് പറഞ്ഞു, എന്ത് മക്കളെ നേട്ടാ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് ശരിയായി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അവളെ ഉമ്മാട്ടെ കേട്ടപ്പോൾ, സഹോദരൻ്റെ കേട്ടപ്പോൾ പറഞ്ഞു അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതോടെ അങ്ങ് വെച്ച്. പിന്നെ അത് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. വീണ്ടും ഇത് തുടർന്ന് അവരെ റൂമിനകത്ത് എന്നും അടിയും പ്രശ്നവും തന്നെ. എന്തരാണ് പ്രശ്നം എന്ന് അറിഞ്ഞൂടെ. അവനക്ക് ഇഷ്ടപ്പെട്ട്, അവൻ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കെട്ടിയ കൊച്ചാണ്, ഞങ്ങളാരും കൊണ്ടുവന്നതല്ല. നോക്കി ഞങ്ങൾ അഴുക്കിയെന്ന് കണ്ട് അവൻ്റെ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അവനിക്ക് അത് കെട്ടണമെന്ന് പറഞ്ഞു. അവള് നല്ല കൊച്ചാണ്, പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണമ്മ, എനിക്ക് അവള് മതി ഉമ്മ എന്ന് പറഞ്ഞാണ് കെട്ടിച്ചു കൊടുത്തത്. പിന്നെ എന്തൊക്കെ അവള് കാണിച്ചു കൂട്ടിയെന്ന് കേട്ടാ, അവള് ജീവിക്കാനല്ല വന്നത്, അവൾക്ക് സ്വത്തും പണവും ഇവനിൽ നിന്നും കയ്യിലാക്കണം, അവനെ അങ്ങ് കടത്തണം. അതാണ് അവൾ ഇവിടെ വന്ന് ചെയ്തത്. അന്ന് മുതൽ 3 മാസം വരെയും അവൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. അവക്ക് സപ്പോർട്ട് നിന്ന് അവളെ ഉമ്മ, അവളെ സഹോദരൻ, അവളെ ഉപ്പുപ്പ, അവളെ മാമ, ഇവരെ ഇത്രയും സപ്പോർട്ട് കൊണ്ടാണ് അവൾ ഇവിടെ അത്രയും കാണിച്ചു കൂട്ടിയത്. ദിവസം രാവിലെ വരും, വന്നിട്ട് പോവും, രാത്രി വരും, വന്നിട്ട് പോവും. അവളെ ഉമ്മായും സഹോദരനും വന്നിട്ട് പോയതിന് ശേഷമാണ് അവരെ ബെഡ്റൂമിനകത്ത് പ്രശ്നം നടക്കണത്. അപ്പോഴത്തേക്ക് പറയണം തരി, ഇവന് CC ഉണ്ട് വണ്ടിക്ക്. അപ്പൊ ആ CC അവരടയ്ക്കാൻ അവര് പ്രമാണം തന്നു. CC അടച്ചു കഴിയുമ്പോൾ 2 വണ്ടിയുണ്ട്, 2 വണ്ടി അവരെ ഉമ്മാരെ മോളെ പേരിൽ എഴുതി കൊടുക്കണം. അതിനവൻ സമ്മതിച്ചില്ല. അതിന് സമ്മതിക്കാതെ അതായിരുന്നു പ്രശ്നം എന്ന് തോന്നണം. അത് തന്നെയാണ്, അവക്ക് പണവും ഈ മുതലെല്ലാം അവനെ കൈക്കലാക്കണം. ആ രീതിക്ക് 3 മാസവും പീഡനം തന്നെയായിരുന്നു. പിന്നെ അവൻ ഒരു ദിവസം അങ്ങനെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടായി. എൻ്റെ മുമ്പായിട്ട് ഇവളെ അടിച്ചു. എൻ്റെ മോനെ അടിച്ചപ്പം പറഞ്ഞു, ഉമ്മ ഇനി എനിക്ക് ഇവള് വേണ്ട ഉമ്മ, എൻ്റെ ഉമ്മാരെ അടുത്ത് വെച്ചല്ലേ എന്നെ അടിച്ചതുമ്മ എന്ന് പറഞ്ഞു. ആ തെളിവെല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഈ കല്യാണം കഴിഞ്ഞ ഉടനെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച് വരുത്തി അവിടെ വെച്ച് യൂണിഫോം മാറ്റിയപ്പോഴത്തേക്ക് അവളെ ഞങ്ങളിട്ട സ്വർണ്ണമാണ്, അവളെ കാതി കിടന്ന കമ്മല്, ബ്രേസ്ലെറ്റ്, മോതിരം ഇതെല്ലാം ഊരി എൻ്റെ കയ്യിൽ തരണതിന് അവളെ ഉമ്മ ബാക്കിൽ നിന്ന് വീഡിയോ പിടിച്ചെടുത്ത്. പക്ഷെ ഇതെന്തിനാണെന്ന് വീഡിയോ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ വീഡിയോ കാണിച്ചത് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചില്ല, വനിതാ സെല്ലില് അവിടെയും കാണിച്ച്, പള്ളിയിലും കാണിച്ച്. ഈ സ്വർണം അവൾ എൻ്റെ കയ്യിൽ ഊരി തന്ന്, അവളുടെ അടുത്ത് സ്വർണം ഇല്ല. അവള് അങ്ങനെ നിർബന്ധിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ അനിയനുമായിട്ട് സംസാരിച്ച് പള്ളിക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവിടെ നിന്ന് ചാടി അവർ വെളിയിൽ പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മോൻ്റെ വണ്ടി അവിടെ ഇരിക്കുകയായിരുന്നു. ആ വണ്ടി അവള് ഉമ്മായും മോളും കൂടെ വന്ന് ചവിട്ടി തള്ളിയിട്ട് ചീത്ത വിളിച്ച്, എന്നിട്ട് പെട്രോൾ ടാങ്ക് പൊട്ടിയിടാ, നമുക്ക് കത്തിക്കാടാന്ന് പറഞ്ഞു ഉമ്മായും മോനും കൂടെയൊക്കെ. എന്ന് അവിടെ ആൾക്കാർ കൂടിയപ്പോഴത്തേക്ക് അവര് വണ്ടി കയറി പൊക്കളഞ്ഞു, സ്കൂട്ടി എടുത്തുകൊണ്ട്. അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അവള് വിളിക്കോ അങ്ങോട്ട് വിളിക്കോ ഒന്നും നമുക്ക് അറിഞ്ഞു. അവൻ വിളിക്കൂല, വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അവന്റെ 1 രൂപ അവക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞു. എൻ്റെ ഉരുപ്പടി തരണം, ഞാൻ ബന്ധം തീർക്കാന്ന് പറഞ്ഞിട്ട് അവൾ അതിന് ഒരുങ്ങിയില്ല. അവള് ഇല്ല, തന്ന് എൻ്റെ ഊരി തന്ന്, എല്ലാം എൻ്റെ ഊരി തന്നെന്നാണ് അവള് പറഞ്ഞത്. ആ പ്രശ്നം തന്നെയാണ് അവസാനത്തെ പ്രശ്നം. ഇടയ്ക്ക് കോളേജിൽ പോണ പ്രശ്നം ഉണ്ടായി. ഇവള് എന്നും രാവിലെ 7 മണിക്ക് പോകും. രാവിലെ ഇവിടെ എഴിച്ച് പോകും. പോയിട്ട് വൈകുന്നേരം 6 മണിക്ക് അവള് വീട്ടിൽ വരും. എവിടെ പോണെന്നോ, കോളേജിൽ പോണോ, വീട്ടിൽ പോണോ, മറ്റിടത്ത് പോണോന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അതായത് ഈ കോളേജ് ശരിയല്ല, പല പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ ഇവള് എന്നും പോയിട്ട് വരുമ്പോൾ താമസിക്കും. എവിടെ പോകണമെന്ന് അറിയണമല്ലോ. എന്നാൽ ഒരു ദിവസം ഞാൻ അവളെ കോളേജിൽ പോയി. നേരത്തെ പോയപ്പം കോളേജിൽ ആ സമയത്തൊന്നും കുട്ടികളെയൊന്നും വിട്ടില്ല. വിട്ട സമയത്ത് ഇവളെ കണ്ടില്ല. ഈ അസ്ന എന്ന് പറഞ്ഞ ഇവളെ കണ്ടില്ല. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പം കുട്ടികൾ പറഞ്ഞു വന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ അപ്പോഴത്തന്നെ ഇവളെ വിളിച്ചപ്പോൾ ഇവള് പള്ളിപ്പുറത്ത് നിൽക്കണം കേട്ടു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ പള്ളിപ്പുറത്ത് എത്തി?
പള്ളിപ്പുറത്ത് എത്തി നീ എങ്ങനെ, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കുകയല്ലേ, കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയല്ലേ, നീ എവിടെ പോയി, എങ്ങനെ പോയി എന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ മേഡത്തിന്റെ കൂടെ കേക്ക് ഓർഡർ ചെയ്യാൻ പോയിരുന്നു അങ്ങനെ പറഞ്ഞു. പിന്നെ കൂട്ടുകാരിയുടെ കൂടെ കേക്ക് ഓർഡർ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പല കള്ളങ്ങളും ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവിടെ വന്ന് വൈകുന്നേരം വീണ്ടും സംസാരിച്ച് പ്രശ്നമായി, എന്നെ അടിച്ച് എല്ലാം എന്നെ ഒരുപാട് അങ്ങ് പറഞ്ഞിട്ട് എൻ്റെ മോൻ വണ്ടി ഓട്ടിക്കാൻ പോയിരുന്നു. ഞാൻ അവൻ്റെ പറഞ്ഞില്ല. രാത്രിയായപ്പോൾ അവര് 10 മണിയായപ്പോഴത്തേക്ക് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടായി. റൂമിനകത്ത് പ്രശ്നം ഉണ്ടായി. ഇവ എന്തരത് ഈ മൊബൈൽ എടുത്തപ്പം ഇവിടെ എന്തരോ എടുത്ത് കണ്ടുകൊണ്ടിരുന്നപ്പം ഡിലീറ്റ് ചെയ്ത്. നീ എൻ്റെ ഫോൺ ഡിലീറ്റ് ചെയ്യോടാന്ന് കേട്ടിട്ട് വീണ്ടും അവൾ അടിച്ചിട്ട് പ്രശ്നം ഉണ്ടായി. വീണ്ടും പിണങ്ങി അവിടെ കിടന്നു. കാലത്തായപ്പോൾ അവൻ രാവിലെ വീണ്ടും വണ്ടി ഓടാൻ പോയി. രാവിലെ ആയപ്പോൾ എഴിച്ച് കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് ഇവിടെ ഇതിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പിന്നെ മൊബൈലിൽ സംസാരിക്കണം മാത്രമേ ഞങ്ങൾക്കറിയാവൂ. നീ ആരെ വിളിക്കണം, അവളുടെ അടുത്ത് ഒരു ഗുണോ ദോഷോ ഒന്നും ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ആ വണ്ടി ഓടാൻ പോയിരിക്കുകയാണ്. അതിനാലിടയ്ക്ക് 2 മണിക്കൂറോളം അവളെ ഉമ്മായും ഉപ്പുപ്പായും ഒക്കെ കൂടെ അടുത്ത പെരയിടത്തിൽ വണ്ടി ഇട്ടുകൊണ്ട് കിടന്നു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാടകം, ഈ കയ്യിലെ ഞരമ്പ് അറുത്തതായിട്ട് നാടകം കാണിച്ച് ബോധമില്ലാതെ കിടന്നു. വന്ന് ആളുകൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ചോറീനാൻ വിളിക്കാൻ വന്നപ്പോൾ അവൾ ബോധമില്ലാതെ കിടക്കണം. അപ്പോഴത്തേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവളെ ഉപ്പുപ്പായും മാമായൊക്കെ വീട്ടിന്റെ നടയിൽ വന്ന് നിൽക്കുന്നു. എന്തൊരു നേട്ടം അത് അസ്നയെ വിളിച്ചിട്ട് എടുത്തില്ല. ഉടനെ തന്നെ ആ ഒരു മാമാക്കാരൻ തൂക്കിയെടുത്ത് വെച്ചുകൊണ്ട് നിന്നിട്ട് ഉപ്പുപ്പ എന്ന് പറയുന്ന ആള് പുറത്തിറങ്ങി പോലീസിനെ വിളിച്ച് 2 ആംബുലൻസിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വേണ്ടിയ നാടകം ഇവിടെ കാണിച്ച് ഇതൊക്കെ. അവളെ കയ്യിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് കണ്ടിട്ടില്ല, ഒരു തെളിവും ഇല്ലാതെ എന്നെ പോലീസുകാരൻ ചീത്ത വിളിച്ച്, എൻ്റെ മക്കളെ ചീത്ത വിളിച്ച് വിരട്ടി. ഞങ്ങളെ അനാവശ്യം പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എവിടെ കൂടെ ആംബുലൻസിൽ കയറിയപ്പോൾ ഞാൻ കൂടെ കയറി. എന്നെ പിടിച്ച് തള്ളിയിട്ട് എന്നിട്ട് ഈ പോലീസുകാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഒന്നും ചോദിച്ചിട്ടില്ല, എന്തെങ്കിലും ഒന്നും വേറെ ഒന്നും ചോദിച്ചില്ല. ഈ പ്രശ്നം പറഞ്ഞ് ഇപ്പൊ തന്നെ അവളെ റസ്സും ആദ്യ രേഖകളാണ് കേട്ടത്. രേഖ കേട്ട് ഉടനെ ആധാറൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവളെയും ഇപ്പൊ അകത്താക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവളെയും ഞങ്ങൾ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് മോൻ എത്ര മണിക്ക് വരണോ ആ സമയത്ത് എന്നെ ഇവിടെ ബുക്കും ബാഗൊക്കെ കൊണ്ട് അങ്ങ് വരണമെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ മറുപടി ആ സമയത്ത് ഞാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് വീണ്ടും ആ കഥ അവിടെ വെച്ച് പറഞ്ഞ് തിരുത്തിയിട്ടും ഇവള് ഒതുങ്ങിയില്ല. അതിനുശേഷം ഇവളെ വീട്ടിൽ തന്നെ അവളങ്ങ് പോയി. ഇവിടെ ഞങ്ങളെ വീട്ടിൽ വന്നില്ല. ഞങ്ങളുമായിട്ട് ആരും വിളിക്കൂല, മിണ്ടൂല. അവനും അങ്ങനെ തന്നെ ആയിരുന്നു, മിണ്ടിയില്ല, വിളിച്ചതുമില്ല, ഒന്നും ചെയ്തില്ല. വീണ്ടും അവള് പിറ്റേന്ന് കാലത്തപ്പോ വീണ്ടും ഒരു പെറ്റിഷൻ കൊണ്ട് കൊടുത്ത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പള്ളിപരമായി നിങ്ങൾ നീങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ പരാതിയും കൊണ്ട് പോയപ്പോ ഇവള് ആരെടുത്തോ പറഞ്ഞ് ഇതുപോലെ ഏതാ പെണ്ണിനെ കൊണ്ട് കറങ്ങണം എന്ന് പറഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. വീണ്ടും പറഞ്ഞ് അവിടെ വീണ്ടും ഞങ്ങളെ വിളിപ്പിച്ചു. കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു വിട്ട് നിങ്ങൾ നേരെ ഇവിടെ കോടതിയിൽ പോകാൻ പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അറിയണം എവള് വേറെ ഒരു പയ്യനുമായിട്ട് ചാറ്റ് ചെയ്തതായിട്ട് മോൻ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി വഴക്കൊക്കെ പറഞ്ഞിട്ട് നേരെ കേസ് കൊടുത്ത് അവിടെ വിളിപ്പിച്ച്. എന്നിട്ട് ഇവള് ഏറ്റില്ല. ഇവളെ നാക്കെടുത്താ കള്ളം അല്ലാതെ ഇവളെ വായിന്ന് ഒരു വാക്ക് നേരെ സത്യം പറഞ്ഞിട്ടില്ല അവള്. അങ്ങനെ പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ കോടതിപരമായി പോയി, ഇനി ഇവിടെ വരരുത്. വിളിച്ച പയ്യനെ വിളിച്ച് SI സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി തെളിവെടുപ്പിച്ചു. അവൻ പറഞ്ഞ് അവള് പറഞ്ഞിട്ട് തന്നെ ഞാൻ വിളിച്ചത്, എവള് എന്നെ മെസ്സേജ് ഇട്ടത്. അങ്ങനെ അവൻ സമ്മതിച്ചിട്ട് ഇവള് സമ്മതിക്കാം. അപ്പോഴേ ഇവള് പറയണം, ഇവളെ ഉമ്മായും കൂടെ പറയണം അവനെ ഇപ്പൊ റിമാൻഡ് ചെയ്യും, അവനെ ഇപ്പൊ സുനീറിനെ റിമാൻഡ് ചെയ്യും എന്ന് പറഞ്ഞ് ഈ ഷൗക്കത്ത് എന്ന് പറയണ പോലീസ് നല്ലതുപോലെ അവനെ അടിക്കാനൊക്കെ ശ്രമിച്ച് അകത്തൊക്കെ കയറി. മറ്റേ മെയിൻ പോലീസ് പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ കോടതിപരമായി പോവായി. എന്നിട്ടും ഇവനെ വിടാൻ തയ്യാറല്ലായിരുന്നു. അവനെ അകത്ത് കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു ഇല്ല സാറ് പറഞ്ഞു എന്നെ പോവാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അതിന്റെ പിറ്റേന്ന് വനിതാ കോടതിയിൽ പോയി അവിടെയും വിളിപ്പിച്ച്. വനിതാ സ്റ്റേഷനിൽ അവിടെയും വിളിപ്പിച്ച് അവിടെ പോയപ്പോഴത്തേക്കും അവരിതുപോലെ പറഞ്ഞപ്പോൾ നമ്മളെ തെളിവെല്ലാം കൊടുത്ത് ഇവളെ അടിക്കണതൊക്കെ ഉണ്ട്, എന്റെ മോൻ വീഡിയോ ഉണ്ട്, അതൊക്കെ കാണിച്ചപ്പം പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ, ശരി എന്നാ ഞങ്ങൾ കേസെടുക്കും. നീ എല്ലാം ചെയ്തതായിട്ട് അവക്ക് ഞങ്ങൾ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേസെടുക്കും. അപ്പൊ അവൻ പറഞ്ഞു നിങ്ങൾ കേസെടുക്കണമെങ്കിൽ ഇടയ്ക്ക് ഞാൻ വന്ന് ജയിലിൽ കിടക്കാന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു എന്ത് വേണോ ഞങ്ങൾ കേസെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരതൊന്നും ചെയ്തില്ല. അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഇനി വന്നതിന് ശേഷം അതിന്റെ പിറ്റൊന്ന് വനിതാ സെല്ലിൽ പോയി, PMGയിൽ അവിടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. വനിതാ സെല്ലിൽ പോയപ്പോ അവിടെ ആദ്യം വിളിപ്പിച്ചിട്ട് ഞങ്ങൾ വന്നിട്ടും അവള് വന്നില്ല, അവളെ ഉമ്മായും വന്നില്ല. വരാതെ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു പിന്നും 3 പ്രാവശ്യം ഞങ്ങളെ വരുത്തിച്ചിട്ട് പിന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവിടെ പറഞ്ഞത്
സ്വർണം തന്ന് 10 പവൻ തന്ന് 15 പവൻ തന്ന് മാറ്റി മാറ്റി പറഞ്ഞു. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് ബോധ്യമായി. ഇതൊക്കെ ഇട്ട് കൊടുത്ത് വീഡിയോ ഒക്കെ ഇട്ടപ്പോ അവർക്ക് മനസ്സിലായി, അവളെ സ്വഭാവമൊക്കെ മനസ്സിലായി. കള്ളമാണ് പറയണത്. അവര് വിശ്വസിച്ചില്ല. എന്നിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ കോടതി പരമായി പോ, അല്ലെങ്കിൽ പള്ളി പരമായി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പരാതി കൊടുത്തപ്പോ ആ പള്ളിയിൽ ഒരു ദിവസം വിളിച്ച് അവിടെ വന്ന് വേണ്ടിയ പ്രശ്നമാണ് അവിടെ നടത്തിയതിന്റെ 5ന്റെ അന്നാണ് എന്റെ മോൻ ഇത് ചെയ്യണത്. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് വേറെ എന്താണെന്നാണ്. ഇവക്ക് കറക്റ്റാ, ഇവള് മനഃപൂർവ്വം ഇവന്റെ സ്വത്ത് മുതലിനാണ് അവള് വിളിച്ച്. ജീവിക്കാനല്ല വന്നത്. ഇവളെ ഉമ്മായെ കെട്ടിച്ചു കൊടുത്ത് ആ ഭർത്താവിനെ 3 മക്കളായതിനു ശേഷം പിണങ്ങി ബന്ധം തീർത്ത് അവന്റെ വേണ്ടുന്ന നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് അവള് ജീവിച്ച മോളം തള്ളയാണ്. അപ്പൊ സുധീർ എഴുതി വെച്ചതിനകത്ത് പറയുന്നത് ഈ ഭാര്യയെ പട്ടിണി കിട്ടും എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇല്ല. രാത്രി 12 മണിക്ക് അവർക്ക് വയറ് വിശക്കണം എന്ന് പറയുമ്പോ എന്റെ പൊന്നുമോൻ കൊണ്ടുപോയി ഹോട്ടലിൽ കഴക്കൂട്ടത്ത് കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കും. അതെല്ലാം തിന്നിട്ടാണ് ഇവിടെ വന്ന് കിടക്കണം. ഇവള് പിണങ്ങി പോണേന്റെ തലയ്ക്കും ദിവസം രാത്രി വരെ കഴക്കൂട്ടത്ത് ഹോട്ടലിൽ കൊണ്ടുപോയി. ഇവക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പോ രാത്രി 12 മണിക്ക് ശേഷം അവൻ അങ്ങനെ എന്നിട്ട് രാത്രി മുട്ട അവനിക്ക് വ്യാപിച്ചു വെച്ച മുട്ടയെ അവളെ കൊണ്ട് അവൻ തീറ്റിച്ചിട്ടാണ് കിടന്നിട്ട് ഇവള് രാവിലെ പറയണം അവൻ ആഹാരമൊന്നും കൊടുത്തില്ലെന്ന്. ഞങ്ങളെ വീട്ടിൽ ഒരു ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അവളെ പൊന്നുപോലെയാണ് ഞാൻ നോക്കിയത്. എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്നാലേ, സ്നേഹിച്ച് കെട്ടി വന്നാലേ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു കുറവും വെച്ചിട്ടില്ല. തറയിൽ വെക്കാതെ തന്നെയാണ് ഞാൻ നോക്കിയത്. അവളെ തുണി കഴുകി കൊടുക്കും, അവൾക്ക് ആഹാരം വ്യാപിച്ചു കൊടുക്കും. എന്റെ മോൻ ആഹാരം വാരി കൊടുക്കും. അവള് വേണ്ടെന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ തറയിൽ വെക്കാതെ പൊന്നു പോലെയാണ് നോക്കിയത്. അങ്ങനെ നോക്കി എന്റെ പൊന്നു മോനെയാണ് ഇവള് കൊന്നത്. ഈ കൊന്നതിന് ഇവക്ക് തക്കതായ ശിക്ഷ ഇവക്ക് കിട്ടണം. എന്താണോ എന്റെ മോൻ സത്യം എഴുതിയിട്ടുള്ളത് അത് വെളിയിൽ വരണം. വെളിയിൽ വന്ന് അവളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്റെ മോനിക്ക് നീതി കിട്ടണം. ഞാൻ ഏതുവരെ വേണമെങ്കിലും ഞാൻ പോവാൻ തയ്യാറാണ്. ഇവളെ ഞാൻ വിടൂല. എന്റെ പൊന്നുമോൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്റെ മോൻ. എന്റെ കരളിന്റെ ഒരു ഭാഗമായിരുന്നു. അവൻ എന്നെ തറയിൽ വെക്കാണ് നോക്കിയത്. 7 വർഷമായി വാപ്പ മരിച്ചിട്ട്. എന്റെ വാപ്പായെയും ഉമ്മായെയും പൊന്നുപോലെ നോക്കി. അത് വാപ്പ മരിച്ചതിന് ശേഷം എന്നാ അതുപോലെ നോക്കിയതാണ്. ഇനി എനിക്ക് ആരുമില്ല, എനിക്ക് എന്നെ നോക്കാനും ആരുമില്ല. അവൻ ആരെടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി നേട്ടാ എനിക്ക് അറിഞ്ഞൂടാ. അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവളെ പറഞ്ഞത് സഹിക്കാൻ വയ്യാതെ അവൻ അത് ചെയ്തു. അത് എന്താണ് പറഞ്ഞെന്നുള്ളത് അവൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ മൊബൈലിലുണ്ട്. ആ തെളിവ് എന്താണോ വെളിയിൽ വരണം. വെളിയിൽ വന്ന് ആ സത്യം തെളിയണം. അവളെ ശിക്ഷിക്കണം. നമുക്ക് നീതി കിട്ടണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടും. സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പം പത്രങ്ങളിലൊക്കെ നിറയെ ഉണ്ടാവും. ഈ വാർത്ത വലിയൊരു ചർച്ചയാവും. പക്ഷെ ഈ ഒരു വിഷയം അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു പക്ഷെ ഒരു പുരുഷനാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഇത് വന്നത് കൊണ്ട് തന്നെയാണ് ഇത് പുറത്ത് വരാത്ത. പോലീസ് പോലും അന്വേഷിച്ചില്ല. ഞങ്ങളെ കേസ് എന്തിരുന്ന പോലും അവരാരും അന്വേഷിച്ചില്ല, ചോദിച്ചില്ല. ഒരു വാക്ക് പോലും അവർ നമ്മുടെ അടുത്ത് ചോദിച്ചില്ല. ആ കൊച്ചിന്റെ വാക്ക് കേട്ടും കൊണ്ട് ഞങ്ങളുടെ അടുത്താണ് തിരിച്ച് ഞങ്ങൾ ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതും വരട്ടിയതും. 3 പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഈ വനിതാ സെല്ലിലായാലും അങ്ങനെ തന്നെ. എന്താണ് സ്ത്രീയല്ലേ കൊടുത്തിരിക്കണം. അപ്പൊ സ്ത്രീക്ക് പെറ്റിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് സ്ത്രീയുടെ കൂടെ നിൽക്കുള്ളൂ, പുരുഷന്മാരെ കൂടെ നിൽക്കൂല. അപ്പൊ ഇനിയുള്ള നിയമം വരേണ്ടത് പുരുഷന്മാർക്ക് അതേ തുല്യ അവകാശം പുരുഷന്മാർക്ക് കിട്ടണം. അവർക്ക് നീതി വേണം. ഇനി ഒരു മക്കളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് എന്റെ നിർബന്ധം. ഞാൻ എവിടം വരെ വേണമെങ്കിലും ഞാൻ പോകും. എന്റെ പൊന്നു മോനിക്ക് നീതി കിട്ടണം. അവളെ സത്യം പുറത്ത് കൊണ്ടുവന്ന് അവളെ നിയമത്തിന്റെ മുമ്പിൽ വലിച്ചു കീറണം. അത് ചെയ്തിരിക്കണം. ഞാൻ അത് അതേ എനിക്ക് വേണ്ടി. ഇല്ല അവരൊന്നും ഇവിടെ വന്നിട്ടില്ല. അവള് കോളേജിൽ പോണു. അവൻ മരിച്ച 3-ന്റെ അന്ന് അവള് കോളേജിൽ പോണു. 3-ന്റെ അന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കണം. എന്റെ മോൻ എന്തിനാണ് കേക്ക് മുറിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും ആർക്കും ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയില്ല. അങ്ങ് ചാന്നാങ്കരോട്ട് അവളെ വീട്ടിന്റെ അപ്പുറത്തോട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങളടുത്ത് വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് 3-ന്റെ അന്ന് അവള് ഇവിടെ ആറ്റിങ്ങില് DSP ഓഫീസിൽ പെറ്റിഷൻ കൊടുത്തേക്കണം. അവക്ക് സ്വർണം കൊടുക്കണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ കരഞ്ഞു നീറി എഴീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു സാറ് 5 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ 10 മണിക്ക്, അത് പിറ്റേന്ന് ഹർത്താൽ. ആ ഹർത്താലിന്റെ അന്ന് പിറ്റേന്ന് ഞാനും എൻ്റെ ഇളയ മോളും അവിടെ പോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരൂല. എന്തിനാണ് പ്രശ്നം കേട്ടോ, അത് അസിനെ പരാതി കൊണ്ടുവന്നിട്ട്. അപ്പൊ എനിക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ കൊന്നിട്ട് അവൾക്ക് മതിയായില്ലേ സാറേ, ഇനി ആരാ അവക്ക് കൊല്ലണം?
ഇവളെന്തിന് പരാതി കൊണ്ട് തന്നിട്ട് അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, പരാതി എന്ന് ഞങ്ങളെ വിളിച്ച്, നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് കറക്റ്റാ വന്നിരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ വരൂല, ഞാനോ എൻ്റെ മക്കളോ വരൂല, എനിക്ക് സഹോദരന്മാരുണ്ട്, എൻ്റെ മരുമോനുണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ വെച്ചതിന് ശേഷം ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് അവർ ആ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് വരൂല, ഞങ്ങൾ ആരും പോണ്ടെന്ന് പറഞ്ഞ് ഞങ്ങள்ட்ட പറഞ്ഞു. എന്തിനാണ് കേസ് കൊടുത്തത് നേട്ടം പറഞ്ഞ് സ്വർണത്തിനാണ് കേസ് കൊടുത്തത്. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് സ്വർണത്തിന് ഇവള് കേസ് കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒരു പെങ്കൊച്ച് ഒരുങ്ങി ഇറങ്ങും. ഒരു ഭർത്താവ് മരിച്ച് 3 ദിവസമേ ആയുള്ളൂ. ഏത് ഭാര്യ അവൻ്റെ അടുത്ത് സ്നേഹം അല്പമെങ്കിലും യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല, ഒരു പെൺകുട്ടികളും ചെയ്യൂല. ഇന്നത്തെ കാലത്ത് സ്നേഹിച്ച് പല സംഭവങ്ങളും പെൺകുട്ടിയേക്കും സംഭവിക്കുന്നുണ്ട്, ആൺകുട്ടിയേക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കൂടുതൽ നീതി കിട്ടുന്നത് പെൺകൊച്ചുങ്ങൾക്കാണ്. അതും അവർ പോരാടി നീതി വാങ്ങിക്കുന്നതാണ്. അതുപോലെ പോരാടി നീതി കിട്ടണം എൻ്റെ മോനിക്ക്, ആണുങ്ങൾക്കും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നീതി കിട്ടണം, എൻ്റെ മോനിക്ക് നീതി കിട്ടണം. അവളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എന്നാലും എനിക്ക് സമാധാനം കിട്ടും. എൻ്റെ പൊന്നുമോനിക്ക് സമാധാനം കിട്ടും. അവനിക്ക് കുഴി കിടന്നാലും സമാധാനം കിട്ടും. അവൻ എല്ലാ സത്യവും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ന്യായങ്ങളും എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അവള് തന്നെയാണ് അവളെ ഉത്തരവാദി. എൻ്റെ മോനെ കൊല്ലാൻ ഉത്തരവാദി അവള് തന്നെയാണ്. അവളും അവളെ ഉമ്മ, അവളെ ഉപ്പുപ്പ, മാവ, ഇവരെ ഒന്നും വെറുതെ വിടരുത്. ഇവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. എന്തിനു ഇവരിത് ചെയ്തു? ഇത് സ്നേഹിച്ച് കെട്ടിയിട്ട് എൻ്റെ മോന്റെ പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി അവളെന്തിനു ഇത് ചെയ്തു? അവള് ജീവിക്കാൻ വന്നതല്ല. അവള് ജീവിക്കാൻ വന്നവളാണെങ്കിൽ ഇങ്ങനെ ഒന്നും കാണിക്കൂല ഞങ്ങളുടെ അടുത്ത്. ഞാൻ അത്ര സ്നേഹമായിട്ടാണ് ഞാനും എൻ്റെ മോനും നോക്കിയത്. ഇത് കേട്ടപ്പോ അവനിക്ക് സഹിച്ചില്ല, അവനിക്ക് താങ്ങാൻ പറ്റിയില്ല. അവനിക്ക് നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അവൻ പൊന്നു പോലെ എല്ലാവരും സ്നേഹിക്കണവനാണ് അവൻ. അവനിക്ക് വേണ്ടി ജനങ്ങൾ ഒന്നടങ്ങ് നിൽക്കുകയാണ്. അതുപോലെ നിന്ന് ഇവളെ സത്യം വെളിയിൽ കൊണ്ടുവന്ന് ഇവളെ മോഹം വലിച്ച് കീറണം. ഞാൻ അതാണ് പറയണത്. എനിക്ക് പറയാനുള്ള അത് തന്നെയാണ്. എനിക്ക് ഇനി വേറെ ഒന്നുമില്ല, എനിക്കിനി ആരുമില്ല. ആ രീതിയിൽ തന്നെ ഞാൻ ജീവിക്കണത്. എൻ്റെ മോനിക്ക് നീതി കിട്ടണം. ഞാൻ നീതിക്ക് വേണ്ടി ഏത് അറ്റം വേണമെങ്കിലും ഞാൻ പോവാൻ തയ്യാറാണ്. ഞാൻ പോവും. അവനിക്ക് നീതി കിട്ടണം. ഇവളെ മോഹം വലിച്ച് കീറണം. അതേസമയം സംഭവം നേരിട്ട് കണ്ടത്, അതായത് സുനീർ ആത്മഹത്യ ചെയ്ത് കിടക്കുകയാണ് എന്ന് കണ്ടിരുന്നത് സുനീറിന്റെ സഹോദരിയാണ്. അത് മാത്രമല്ല, സുനീറിന് പെട്ടെന്ന് ഈ ഒരു 6 മാസത്തിലുണ്ടായ മാറ്റങ്ങൾ, അതിന്റെ കാരണങ്ങളെല്ലാം കൂടെ വ്യക്തമാക്കിക്കൊണ്ട് സഹോദരിമാരും രംഗത്ത് വന്നു. അവരുടെ പ്രതികരണം ഇങ്ങനെ: മുമ്പ് കല്യാണം കഴിക്കുന്ന മുമ്പേ ഞങ്ങളെ വീട്ടിൽ വരികയും ചെയ്യും. ഞങ്ങൾ അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കും. ജോലിക്ക് പോയിട്ട് വന്നാൽ വീട്ടിൽ കയറിയിട്ടേ അവൻ ഇപ്പുറത്ത് അവന്റെ വീട്ടിൽ വരുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വരെയില്ല, ഞങ്ങളടുത്ത് സംസാരിക്കൂല, ഇതൊന്നും ചെയ്യൂല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം തന്നെയുണ്ട് അവൻ്റെ അടുത്ത്. നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു സഹോദരനേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പെണ്ണുങ്ങളാണ്, ഞങ്ങൾക്ക് ഒരു സഹോദരനേ ഉള്ളൂ. അപ്പം ഇവൻ വരാത്തതോട് ഞങ്ങൾക്ക് നല്ല വിഷമമായിരുന്നു. പിന്നെ എന്നാലും നമ്മൾ ആ കൊച്ചിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നല്ല, അവ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ല. അതുകൊണ്ട് നമ്മൾ അവൻ്റെ അടുത്ത് പരാതിയൊന്നും പറയാൻ പോകില്ല. കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുക, എടുക്കുക എല്ലാം ചെയ്യും അവൻ. പിറ്റേന്ന് അവള് ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് 6 മണിയൊക്കെ ആവും വരുമ്പോ. 6 മണിക്ക് വരുമ്പോ ഇവൻ പുറത്തിരിക്കും, ഇവള് അകത്ത് കതവ് അടച്ചിട്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളു, അപ്പൊ നമ്മളടുത്തൊക്കെ നല്ല സ്നേഹത്തിലായിരിക്കും പെരുമാറുന്നത്. അപ്പൊ ഇവൻ പറയും, താത്ത അവള് പഠിക്കണ താത്ത, പിന്നെ നമ്മള് ശല്യപ്പെടുത്താനൊന്നും പോകൂല. അപ്പം ഇവര് നല്ല ഞങ്ങൾ വിചാരിച്ച് നല്ല സ്നേഹത്തിൽ അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ല, അവര് നല്ല സ്നേഹത്തിൽ തന്നെ കഴിയട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിയണം. ഞങ്ങളടുത്ത് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവളിവിടെ നിൽക്കുന്ന ഞങ്ങളെ വീട്ടിൽ വരാൻ സമ്മതിക്കൂല, എന്റെ മക്കളടുത്ത് സംസാരിക്കാൻ സമ്മതിക്കൂല, ഒന്നും സമ്മതിക്കൂല. എന്നിട്ട് എന്റെ മോളും പറയും, അമ്മച്ചി ഇപ്പം മാമ വന്നിട്ട് ഞങ്ങളടുത്ത് സംസാരിക്കുന്നില്ല ഉമ്മച്ചി. എന്റെ മോളും വന്ന് പരാതി പറയും. അതുപോലെ തന്നെ കൊച്ചു മക്കളടുത്ത് വരാം എനിക്കൊരു മോളുണ്ട്, എന്റെ അനിയത്തിക്കൊരു മോനുണ്ട്. ഇവർ 2 പേര് മാത്രമേ ഈ വീട്ടിലുള്ളൂ. അവരടുത്ത് വരാ ഈ കൊച്ചു സംസാരിക്കില്ല ഒന്നും. അങ്ങനെ ഇവര് വന്ന് ഞങ്ങളടുത്ത് പരാതി പറയാം. അപ്പം അവള് പറയും, അവളെ പിള്ളേരാണ് വന്ന് സംസാരിക്കാത്തതെന്ന് അവള് പറയും. പിന്നെ ഇവള് ഇങ്ങനെ ഞാൻ ഡെയിലി രാത്രി വരുമ്പോ അത്രയും കാണുന്നത് ഈ ഏറാത്ത് ഇവിടെ ഇരിക്കും, അവള് കതവ് അടച്ച് റൂമിനകത്തിരിക്കും. ഞങ്ങളടുത്ത് ഞങ്ങളടുത്ത് സംസാരിക്കുക ഒന്നും ചെയ്യൂല. പിന്നെ അധികം എൻ്റെ അടുത്തൊന്നും സംസാരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ ഒരു മോൻ മരിച്ചത് കൊണ്ട് എൻ്റെ അടുത്ത് അധികം സങ്കടങ്ങളൊന്നും പറയൂല. അപ്പം താത്ത എല്ലാം കൂടെ താത്തായി കൊണ്ട് സഹിക്കാൻ പറ്റൂലല്ലേ എന്നും പറഞ്ഞാൽ ഒന്നും പറയൂല. എന്നാലും എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടുള്ള മുഖത്തോടു കൂടി തന്നെ ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ ഇവള് പിണങ്ങിപ്പോയതിനു ശേഷം വീട്ടിൽ വരും, പഴയതുപോലെ തന്നെ വീട്ടിൽ വരും, സംസാരിക്കും, ഞങ്ങളെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക എല്ലാം ചെയ്യും. പക്ഷെ എന്റെ സഹോദരന്
ഒക്കെ ഒന്ന് അവളെ നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരണം. അവളെ ശിക്ഷ വെച്ചു കൊടുക്കണം. അവൾക്ക് ഒരിക്കലും ഇതുപോലെ ഒരു മനുഷ്യർക്ക് വരാൻ പാടില്ല. ഇതിന് ശേഷം ഇപ്പം പിണങ്ങി പോയതിനു ശേഷം ചോദിക്കുകയും ചെയ്തിരുന്നു എന്താ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം വന്നത്? ഞാൻ ചോദിക്കുമ്പോ അവൻ ഒഴിഞ്ഞു മാറിപ്പോവും. അങ്ങനെ വലുതായിട്ടൊന്നും പറയില്ല, ഒഴിഞ്ഞു മാറി അങ്ങ് പോവും. അപ്പോഴും നമുക്കത് മനസ്സിലാവുമല്ലോ ഒഴിഞ്ഞു മാറി പോണത്. ഞാൻ വെറുതെ അവരെ ജീവിതത്തിൽ നമ്മളൊരു ഇത് വേണ്ടെന്ന് പറഞ്ഞു നമ്മളൊന്നും ചോദിക്കൂല. ഞാനും ആയിരുന്നാലും എന്റെ അനിയത്തി ആയിരുന്നാലും ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു മാറി കൊടുക്കും എല്ലാത്തിനും. എല്ലാരും പറയും കല്യാണം കഴിച്ചോണ്ടൊന്നും നാത്തൂമാര് ജീവിക്കാൻ സമ്മതിക്കൂല, നാത്തൂം പോരൂല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഒതുങ്ങിക്കൊടുത്തു. ഒന്നും അവരെ കാര്യത്തില ഒന്നില്ല. അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ, അവര് ഒരു വഴക്ക് കൂടും, അവര് പിന്നെ ഒന്നാവും. അങ്ങനെയെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ അവള് ഇങ്ങനെ എന്റെ സഹോദരന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമെന്നും ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ എത്ര പറഞ്ഞാലും അവൻ സ്നേഹിച്ച് കെട്ടിക്കൊണ്ട് വന്നതല്ലേ. അപ്പൊ ഞങ്ങൾക്കും അവനെ പോലെ തന്നെ ഞങ്ങൾ അവളെയും സ്നേഹിച്ചത്. പക്ഷെ അവൾക്ക് അങ്ങനത്തെ സ്നേഹമൊന്നും ഞങ്ങളുടെ അടുത്തില്ലായിരുന്നു. എന്റെ അടുത്തായിരുന്നാലും എന്റെ മക്കളെടുത്തായിരുന്നാലും ശരി തന്നെ. എനിക്ക് ഇത്രേ പറയാം. കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, താത്ത വിളിച്ച് പറഞ്ഞു സുനീർ ഫോൺ എടുക്കല്ല സുബീന, നീ അവനെ വിളിച്ച് ഉണർത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ട് കഥ കൊട്ടും കൊട്ടിട്ട് സുനീറെ എണീടാന്ന് പറഞ്ഞ് കഥവ് തോന്നപ്പോ ഞാൻ കണ്ട കാഴ്ച പടച്ചോനെ, ഒരു മനുഷ്യന് സൈക്കിളിന്റെ എന്റെ പൊന്നു കൂടെ പറമ്പ് തൂങ്ങി നിൽക്കുന്നത് കണ്ട് എനിക്ക് ആരുടെ പറയാനും പറ്റില്ല. ഇവിടെ ആരും ഇല്ലേ, ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. എന്റെ നിലവിളിയിട്ട് അപ്പോഴത്തെ അയൽവക്കക്കാരൊക്കെ ഓടി വന്ന് സുനീറിന്റെ കൂട്ടുകാരന്മാരും വന്ന്, പിന്നെ അവിടുത്തെ വാർഡ് മെമ്പർ ഉടനെ വന്ന് അവനെ ഉടനെ എടുത്ത് ആംബുലൻസ് ഒക്കെ വന്ന് അവനെ ഉടനെ ആശുപത്രി കൊണ്ടുവന്നു. പിന്നെയാണ് അറിഞ്ഞ അവൻ മരിച്ചത്. അവൻ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞ. വെള്ളിയാഴ്ചയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എന്നെ ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ച് രാത്രിയൊക്കെ നല്ല സന്തോഷമായിട്ടിരുന്നു. നാളെയും ഇവിടെ വർക്കുണ്ടാകാത്ത നാളെയും താമസിച്ചൊക്കെ വരുള്ളൂ പറഞ്ഞിട്ടൊക്കെയാണ് പോയി കിടന്നത്. കിടന്നതിന് ശേഷം എന്തൊരു സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. പിന്നെയാണ് ഞങ്ങൾ ഇത് ഇവന്റെ മരണം മൊഴി കണ്ടത്. രാത്രി അവളായിട്ട് മെസ്സേജ് അയച്ചാ ചാറ്റ് ചെയ്താന്ന് അറിഞ്ഞൂടാ. അങ്ങനെ എന്താ ഉണ്ട്, എന്റെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അവ ഇതിൽ എഴുതിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഫോണ് പോലീസ് സ്റ്റേഷൻ. കാരണം അവര് വന്ന് അതും പോലീസ് വന്നത് എന്റെ സഹോദരൻ മരിച്ച് 3-ന്റെ അന്നാണ്. മൊഴിയെടുക്കാനായാലും ആ റൂം ഒന്ന് തുറന്ന് അതെല്ലാം എടുക്കാൻ അവർ 3-ന്റെ അന്നാണ് പറഞ്ഞത്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീ ആണെങ്കിൽ ആ സമയത്ത് മരിച്ചെങ്കിൽ അവർ ആ സ്പോട്ടിൽ വന്ന് അവനെയും കൊണ്ടുപോകും. ഞങ്ങളെ ഉമ്മായ സഹോദരങ്ങളെ അവർ ആ സ്പോട്ടിൽ കൊണ്ടുപോകും. പക്ഷെ എന്റെ സഹോദരൻ മരിച്ച് 3-ന്റെ അന്നാണ് അവർ വരികയും ആ റൂം തുറക്കുകയും ആ ഫോൺ എടുക്കുകയും അവന്റെ മരണമൊഴി ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ നോക്കിയെടുത്ത് അവർ അന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, പുരുഷന്റെ ജീവന് ഒരു വിലയില്ലല്ലേ. പക്ഷെ അവരാലോചിക്കണം, അതും ഒരു ഉമ്മാരെ വയറ്റിൽ നിന്ന് ഉണ്ടാകുന്ന മക്കളാണെന്ന്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളെ കൂടപ്പുറപ്പാണ്. ഞങ്ങൾ 3 സഹോദരങ്ങളായാലും ഞങ്ങൾ നല്ല സന്തോഷത്തോളം ജീവിക്കണം. ഏത് കാര്യവും പരസ്പരം പറയുകയും ഞങ്ങൾ മക്കളും ഉമ്മായും സഹോദരങ്ങളായിട്ട് ഒരുമിച്ചിരുന്ന് കാര്യം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വിവാഹത്തിന് ശേഷം അവനിക്ക് മാറ്റം വന്നു. കാരണം എല്ലാവരും മാറുമായിരിക്കും. ഒരാൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറിക്കൊടുത്തു. അവര് ജീവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിക്കൊടുത്തു. കാരണം അവൾ കോളേജ് വിട്ട് 6 മണിയാകുമ്പോൾ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റൂമിനകത്ത് കയറും കഥ കിടക്കും. ഞാനോ എന്റെ കൊച്ചോ ഉണ്ടോന്നോ ഒന്ന് മിണ്ടേ ഒന്നും ചെയ്യൂല. വൈകുന്നേരം എന്റെ സഹോദരൻ വരപ്പോ സമയത്തായിരിക്കും അവനാണ് വന്ന് കഥ തുറക്കണം. മിക്ക ദിവസവും അവൾ റൂമിന്റെ അകത്തേക്കും വന്ന് കഥ തുറക്കും. പക്ഷെ അവന്റെ അടുത്ത് വന്നിരുന്ന് ഒരു ചായ ഇട്ട് കൊടുക്കേ, അവന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുക ഒന്നും ചെയ്യില്ല. പഠിക്കുകയും ചെയ്യും, ഫോൺ ഉപയോഗിക്കുകയും ചെയ്യും. അതന്നെ അവളവിടെ ഈ വീട്ടിനകത്ത് ചെയ്യണത്. ഞാൻ വിചാരിക്കുകയും ചെയ്യും, ഞങ്ങളും കല്യാണം കഴിഞ്ഞാണ്. ഒരു ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുക, അതൊക്കെ ഒരു സന്തോഷമായിരിക്കും. പക്ഷെ അവർക്ക് അവൾക്ക് പഠിക്കാനുണ്ടായിരിക്കും അങ്ങനെയൊന്നും ഇല്ലാത്തതും. അവർ റൂമിന്റെ അകത്തായിരിക്കും സ്നേഹപ്രകടനമൊക്കെ ആയിരിക്കും. പിന്നെയാണ് ഇവരെ റൂമിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബഹളങ്ങളും. അതും ഞങ്ങളൊക്കെ കൂടുതലും വോയിസ് കേട്ടായിരിക്കും. അതായത് അസ്നാര സൗണ്ട് കേട്ടായിരിക്കും ഉറക്കത്തിൽ ഞാൻ പല പ്രാവശ്യം എണീറ്റിട്ടുള്ളത്. എന്തോന്ന് നോക്കുമ്പോഴാണ് അവൻ വന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പറഞ്ഞ താത്ത ഇതുപോലെ തന്നെ അവളടിച്ച് താത്ത എന്റെ ദേഹമൊക്കെ നോക്കാത്ത അള്ളി കീറിയൊക്കെ വെച്ചിരിക്കണമെന്ന്. ഞാൻ ചോദിച്ചു എന്താ അസ്ന ഇങ്ങനെയൊക്കെ? ഞങ്ങളും ഭർത്താവായിട്ട് ജീവിക്കും. ഞങ്ങളാരും ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പ്രശ്നങ്ങൾ കാണും. ഏത് ഫാമിലിയാണ് കാണാത്തത്? അത് ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാവരും പറഞ്ഞു തീർക്കുകയും ചെയ്തു. ദേഹ ഉപദ്രവമൊന്നും ഇതുവരെക്കാട്ട് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ലാത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരേ എക്സ്ക്യൂസ് പറയും. ഇനി ഞാൻ വലുതായിട്ട് പോകില്ല. കാരണം വേണ്ട, അവർ ഇന്ന് ചിലപ്പോൾ അടിയോട് നാളെ ഒന്നാവും. ഞാനായിരിക്കും പുറത്തു പോകണം. അവർ ഞങ്ങൾ മാറിക്കൊടുക്കും. പല പ്രാവശ്യവും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവള് ഒരു ഞരമ്പെടുത്ത് ഒരു നാടകം ഇവിടെ കളിച്ച് ആ നാടകത്തിലാണ് ഞങ്ങൾ പെട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോലീസോ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. വന്ന് സൂയിസൈഡിന്റെ ചെറിയൊരു ഇത് കാണിച്ചു ഉടനെ നോക്കിയപ്പോൾ ഞങ്ങൾ വന്ന് ഇതിന്റെ അകത്ത് സിറ്റുവേറ്റി ഒന്ന് നോക്കുമ്പോൾ അവളെ ഉമ്മായും അവളെ ഉപ്പായും മാമായും വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കണം. ചോദിച്ചാൽ നിങ്ങൾ എന്ത് വന്നേന്ന് ചോദിച്ചാൽ പറഞ്ഞു
അസ്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഞാൻ പറഞ്ഞു അസ്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇത്രയും നേരം ഫോണിൽ, കാരണം രാവിലെ 7 മണി തൊട്ട് അങ്ങോട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങിയതാ. ഈ സിറ്റോട്ട് ഇരുന്നുണ്ട്, പുറത്തിറങ്ങും ഫോൺ വിളിക്കും. ഉച്ച 2 മണി വരെ ഫോണിലായിരുന്നു. അപ്പൊ ഇത്രയും നേരം നിങ്ങളുടെ തക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അത് ഞങ്ങളടുത്തൊന്നും അല്ല എന്ന് പറഞ്ഞ് അകത്തൂടെ കയറി നിങ്ങൾ എല്ലാവരും അവളെ കൊന്നാ എന്ന് ചോദിച്ചു. കാരണം ഒരു ഞരമ്പ് മുറിച്ചൊരു വ്യക്തിയാണെങ്കിൽ കയ്യിൽ നിന്ന് ബ്ലഡ് പോകും. കാരണം ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലാണ് എത്തിക്കുന്നത്. ഇവര് 2 മണിക്കൂറോളം ഇവളെ ഉപ്പായും മാമായും ഇവളെ ഉമ്മായും സഹോദരങ്ങളെല്ലാം കുറച്ചടുത്ത് ആട്ടയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ കിടപ്പായിരുന്നു. എന്നിട്ടാണ് ഇവള് ഈ നാടകം ഇവിടെ കളിക്കുന്നത്. പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ പോലീസ് വന്നിട്ട് അവളെ കൈ ഒന്ന് പിടിച്ച് നോക്കേ, ഒന്നും ചെയ്യില്ല. നമ്മളെ ഉമ്മാരുടെ അടുത്തൊക്കെ കിടന്ന് ചൂടായാണ് ചെയ്യണത്. കാരണം ഒരു സ്ത്രീയാണെന്നൊരു പരിഗണന പോലും കൊടുക്കാതെ എന്റെ ഉമ്മാരുടെ അടുത്ത് ആ പോലീസുകാരന്മാർ വെള്ള ഷർട്ടിട്ട് ഒരു പോലീസുകാരൻ പെരുമാറിയത്. അവരൊരു വയസ്സായ ഒരു സ്ത്രീയാണ്. എന്റെ സഹോദരൻ അന്ന് ആ ഈ സ്ഥാനത്തില്ല. ഇവിടെ തമിഴ്നാട്ടിൽ ഇവിടെ ഓട്ടത്തിന് പോയിരിക്കുന്ന സമയത്താണ് ഈ ഇവിടെ നാടകം കളിക്കണം. കാരണം എന്റെ സഹോദരൻ ആഹാരം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് അവൾ ആഹാരം കഴിക്കാതെ ഇവിടെ കിടന്നു. കാരണം എന്റെ സഹോദരൻ അവൾ ഇവിടുത്തെ നമ്മളൊക്കെ ഫുഡൊന്നും അവൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇവിടുത്തെ ചോറ് മീനൊക്കെ അവൾക്ക് പുറത്തെ ഫുഡാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പൊ മിക്ക ദിവസവും പുറത്ത് പോയാണ് ഭക്ഷണം വാങ്ങിച്ചിട്ടുള്ളത്. കാരണം രാത്രിയൊക്കെ പോയി തട്ടുദോശയും ഇവിടെ കടക്കൂട്ടത്തെ ഏതാ ഒരു കടയുണ്ട്, അവിടെ പോയാണ് ഫുഡ് കഴിക്കണം. മിക്ക പ്രാവശ്യം അങ്ങനെയാണ് ചെയ്യണത്. ഇതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ് പുതുമോടിയപ്പോ സ്വാഭാവികം തന്നെ. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ഇതാവും. ഓ അത് ഉമ്മ കോളേജിൽ പോയി ഇവിടെ ഇത് കണ്ടുപിടിച്ചു. കാരണം താമസിച്ച് ഇവിടുന്ന്, കാരണം 7 മണിക്കിടുന്ന് രാവിലെ പോകും. കാരണം അവളെ മിക്ക ദിവസം അവളെ സഹോദരനാ അവളെ ഉമ്മായ വന്നാരെയും കൊണ്ടുപോകണത്. 7 മണിക്ക് പോകും, 6 മണിക്ക്. പക്ഷെ 6 മണിക്ക് അവള് വീട്ടിൽ എത്തും. ബാക്കിൽ കൂടെ ഉമ്മായും സഹോദരനും വീട്ടിൽ വരും എല്ലാ ദിവസവും. കല്യാണം കഴിഞ്ഞ് 3 മാസം ഉണ്ടെങ്കിൽ 3 മാസം അവർ ഈ വീട്ടിൽ വരാത്ത ദിവസമില്ല. 2 നേരം. നിങ്ങൾക്ക് ഇവിടെ ആരെടുത്ത് വേണമെങ്കിൽ ചോദിച്ചാലും പറഞ്ഞു തരും. കാരണം ഞാൻ പല പ്രാവശ്യം അവലോട്ട് രാവിലെ ഉറക്കഴിച്ച് ചിലപ്പോൾ കാണാതെ അവളെ സഹോദരന്റെ ഉമ്മാരെ മുഖം ഇരിക്കും. നേരം വെളുക്കുന്നുണ്ട് അവർ ഈ വീടിനെത്തും. വൈകുന്നേരം അതുപോലെ തന്നെ. വൈകുന്നേരം പിന്നെ അവർ ഉമ്മായും മക്കളും കൂടെ പെരക്കാത്തതും സംസാരിച്ചിട്ട് പോകും. അതിന് ശേഷമാണ് അവർ റൂമിൽ ബഹളം കേൾക്കുന്നത്. ഉണ്ട് എന്തായത് കാരണം ഒരു ദിവസം അവളിവിടെ അവൾക്ക് സുഖമില്ല, പനി എന്തരായിരുന്നു. അവളെ വീട്ടിൽ പോയി നിന്നിട്ട് പിറ്റേ ദിവസം കോളേജിൽ പോയിട്ട് വൈകുന്നേരം അവൾ വീട്ടിൽ വരണം. വീട്ടിൽ വന്ന് വീട്ടിനകത്ത് കയറിയതുള്ളൂ. അവളെ ഉമ്മായും സഹോദരനും വീട്ടിൽ ഇവിടെ കയറി വന്നു. ഞാൻ ചോദിച്ചേ നിങ്ങൾ എന്ത് വന്നത്? അസ്ന അവിടെ നിന്നല്ലേ വന്നത്? അസ്നാക്ക് അത്രയ്ക്ക് വയ്യെങ്കിൽ നിങ്ങൾ 2 ദിവസം അവിടെ നിർത്താത്ത എന്ത് എന്ന് ചോദിച്ചതിന് അവളെ ഉമ്മ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിനകത്ത് അവരെ കയറല്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് അവരും അവരെ മോളും എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടന്നു. ഞാൻ ചോദിച്ചു നിങ്ങളെ വീട്ടിൽ നിന്ന് വന്ന മോളല്ലേ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ അവൾ എത്തിയത് ഉടനെ അവളെ ഉമ്മായും സഹോദരനും ബാക്കി എന്ന് പറഞ്ഞു. ഇതെന്തോന്ന് അവക്ക് വയ്യെങ്കിൽ 2 ദിവസം നിർത്തി നിങ്ങൾ നോക്കി എന്ന് പറയാ. ഇല്ല അവൾ ഇവിടെ നിൽക്കോളും. എന്റെ ഉമ്മ നോക്കിയെന്നത് സത്യം. ഞങ്ങളും ഒരു വീട്ടിൽ കെട്ടിച്ചു വിട്ടാണ്. ഞങ്ങളെ അമ്മായിയൊന്നും ഇതൊന്നും ചെയ്തില്ല. എന്റെ ഉമ്മ അവൾക്ക് തുണി കഴുകി കൊടുക്കും, അവൾക്ക് ആഹാരം വേവിച്ചെടുക്കും. അത് കാരണം അവർ ഹാർട്ട് പേഷ്യന്റ് ആണ്. അവർക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട്, കരളിന് കംപ്ലൈന്റ് ഉണ്ട്. എല്ലാ ട്രീറ്റ്മെന്റ് എടുക്കണ എന്നിട്ട് പോലും അവരവളെ പൊന്നു പോലെയാണ് നോക്കിയത്. കാരണം അവളെ തറയിൽ വെക്കാതെ ഇവിടെ കോളേജിൽ പോണോ മിക്ക ദിവസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. എന്തെങ്കിലും ഫംഗ്ഷന് പോണോ ഉടനെ അവർ കൂടെ കൊണ്ടുപോകും. എന്ത് ഡ്രസ്സ് വേണം ആ സ്പോട്ടിൽ അവനിക്ക് സമയമില്ലെങ്കിൽ അവർ കൊണ്ടുപോയി എല്ലാം വാങ്ങിക്കൊടുക്കും. അങ്ങനെ നോക്കിയ ഒരു ഉമ്മായാണ് ആ ഒരു സംഭവത്തിൽ അടിക്കാൻ കയറിയത്. ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്റെ ഉമ്മയുടെ അടുത്ത് ശരി തന്നെ മക്കള് വഴക്കൊടും. ഇങ്ങനെ ഒരു മരുമോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമെന്ന് ഞാൻ ചോദിച്ചതിന് എന്റെ അടുത്ത് ചൂടായി. താത്ത ഇടപെടേണ്ട, ഞാനും ഉമ്മായും തമ്മിലുള്ള പ്രശ്നമല്ലേ. ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയരുത്, എന്റെ സഹോദരൻ നീ എന്തായാലും അടിച്ച്, എന്റെ ഉമ്മായ നീ അടിക്കാതിരിക്കുക. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു നീ മാറിപ്പോയി ദൂരോട്ട് നിന്ന് സംസാരിച്ചു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതെല്ലാം എന്റെ മോനുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് ആ റൂമിനകത്ത് ഇടക്കിയിരുന്നു. ഞാൻ പറഞ്ഞു അപ്പൊ ഉടനെ ദൂരോട്ട് മാറി നിന്ന് സംസാരിച്ചിട്ട് ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ എന്റെ സഹോദരൻ വന്നിട്ട് ഈ പ്രശ്നത്തിനെ കുറിച്ച് ഉമ്മ അവള് ഒന്നും ചെയ്തില്ല. അവര് ബെഡ്റൂമിൽ പോയി കിടന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ വീണ്ടും അസ്നാടെ സൗണ്ട് ആയിട്ട് ഞാൻ 11:30 എണീറ്റ് പറഞ്ഞു. എന്തോന്ന് കേട്ടപ്പോഴാണ് വീണ്ടും പറഞ്ഞ ദാ എന്നെ ഇവിടെ അടിച്ച് എന്നെയൊക്കെ അടിച്ച് ദാ എന്റെ ദേഹമൊക്കെ നോക്ക് മുറിഞ്ഞ് ബ്ലഡ് വരണം. അതിനുശേഷം ഉമ്മായും അസ്നയുടെ എന്ത് അപ്പോഴാണ് ഈ കാര്യം പറഞ്ഞ മേഡത്തിനെ വിളിച്ചപ്പോൾ ചോദിച്ചവൻ പറഞ്ഞ് മേഡത്തിനെ കൊണ്ട് കേക്ക് വാങ്ങാൻ പോയെന്ന അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ അതൊന്നും മേഡം പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം ലീവായിരുന്നു ഒരിക്കൽ പറഞ്ഞു. പിന്നെ മേഡം പറഞ്ഞു ഇല്ല അസ്ന അവിടെ കോളേജിൽ തന്നെ 4 മണി വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ മേഡം പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ഇത് നടന്നു.